യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ ഭീഷണിയായിരുന്ന വെള്ളരിക്കുണ്ട് ടൗണിലെ പെരുന്തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റിന്റെ ശ്രമഫലമായാണ് കൂടുകൾ നീക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഏറെ നാളായി വെള്ളരിക്കുണ്ട് ടൗണിലെ സ്വകാര്യ ബിൽഡിംഗിന്റെ പുറത്ത് കൂടുകെട്ടിയിരുന്ന പെരുന്തേനീച്ചക്കൂടിന്റെ കൂടുകൾ വ്യാപാരികൾക്കും വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാർക്കും ഭീഷണിയായിരുന്നു. ഈ കൂടുകളാണ് ഇപ്പോൾ നീക്കം ചെയ്തത്. കാസർഗോഡ് നിന്നെത്തിയ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെയും വെള്ളരിക്കുണ്ട് പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച സംഘം 4 നില കെട്ടിടത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന 4ഓളം കൂടുകളാണ് നീക്കം ചെയ്തത്. ആദ്യം പുകയുപയോഗിച്ച് തേനീച്ചക്കൂട്ടത്തെ അകറ്റി. ഇതിനുശേഷമാണ് കൂട് നീക്കം ചെയ്തത്. ഇതോടുകൂടി ടൗണിലെ വ്യാപാരികൾക്കും വലിയ ആശ്വാസമായി. രാത്രി സമയങ്ങളിൽ കടകളിലെ ബൾബുകളിലും മറ്റും വന്നിരുന്ന തേനീച്ചകൾ കടയിൽ സാധനം വാങ്ങുവാൻ വന്നവരെ കുത്തുന്നത് നിത്യസംഭവമായിരുന്നു. പലരും പരാതി പറഞ്ഞെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളിക്ക് നിവേദനം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിവേഗ നടപടി. വെള്ളരിക്കുണ്ട് ടൗണിലെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഭീഷണിയായിട്ട് തേനീച്ചക്കൂട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പലരും നിവേദനം കൊടുത്ത് ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ആഴ്ച വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി സാറിന് നമ്മൾ നിവേദനം കൊടുക്കുകയും അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ തേനീച്ചക്കൂടിന് ഇവിടുന്ന് നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ തന്നെ തഹസിൽദാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരും എല്ലാവരും അതിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. ഇതിന്റെ ഭീഷണി വളരെ വലിയതായിരുന്നു. ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ കടകളിലെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് പ്രകാശങ്ങളിലേക്ക് ഈച്ചകൾ ഇടിച്ചു കയറുകയായിരുന്നു. ആ സമയത്ത് അവിടെ വരുന്നവർ അറിയാതെ തൂത്തു കഴിഞ്ഞാൽ അത് ഈ ശരീരത്തിൽ കുത്തുകയും നീര് വെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തേനീച്ചക്കൂട് നീക്കം ചെയ്യുന്നതിനിടയിൽ കൂടിന്റെ അവശിഷ്ടത്തിൽ നിന്നും ലഭിച്ച മധുരമായ തേൻ വ്യാപാരികളും പോലീസും നാട്ടുകാരും ചേർന്ന് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഏറെ നാൾ വെള്ളരിക്കുണ്ട് ടൗണിനെ വിറപ്പിച്ചിരുന്ന തേനീച്ചക്കൂട്ടത്തോടുള്ള മധുരമായ പ്രതികാരം കൂടിയായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാമെന്ന ഭാവേന തേനീച്ചക്കൂട്ടവും പിൻവാങ്ങി. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.